ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ആൻഡ് ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ പൈസീസിന് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസനേറ്റ് ആവില്ല. റെസനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക. വീഡിയോസിൽ ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വീഡിയോസ് റെസനേറ്റ് ആവാൻ തുടങ്ങുക. അപ്പോൾ ഈ പ്രോസസ്സ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതല്ലാണ്ട് ഞാൻ പേഴ്സണൽ റീഡിങ്സിന് അവൈലബിൾ ആണ്. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. പക്ഷെ അത് നിങ്ങളുടെ സിറ്റുവേഷൻ, നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ അത് കൂടുതൽ റെസനേറ്റ് ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ കോൺടാക്റ്റ് ചെയ്യേണ്ട ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഞാൻ ഇൻസ്റ്റഗ്രാമിലും കുറേ ആക്റ്റീവാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ തന്നെ അവിടെയും ഫോളോ ചെയ്യാം. അവിടെ നിങ്ങൾക്ക് എക്സ്ട്രാ മെസ്സേജസ് കിട്ടും നിങ്ങളുടെ സയൻസിന് വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ ഹാൻഡിൽ സ്ക്രീനിലുണ്ട്, അതല്ല വെച്ചാൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുമുണ്ട്. എൻ്റെ ചാനലിൽ മെമ്പർഷിപ്പ് ജോയിൻ ചെയ്യണം വെച്ചാൽ, മെമ്പർ ആവണം വെച്ചാൽ അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിലിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താണ് നിങ്ങളുടെ മെസ്സേജസ്, നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ്, നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൻ്റെ ഔട്ട്കം, ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മൾ നോക്കാൻ പോണത്. അപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ മെസ്സേജിലേക്ക് ചെല്ലാം. അപ്പോൾ പൈസീസ്, നിങ്ങളുടെ എന്താണ് ഇവിടെ മെസ്സേജസ് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ ഓവറോൾ എനർജി നിങ്ങളുടെ 4 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജിയാണ് മജിഷ്യൻ. നിങ്ങളുടെ കറൻറ്റ് സിറ്റുവേഷനാണ് ഹൈ പ്രീസ്റ്റസ്. നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ടാണ് 4 ഓഫ് കപ്സ്. നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് ഇവിടെ ഹാങ് മാൻ. നിങ്ങളുടെ ഇൻറ്റൻഷൻ ഈ കണക്ഷനിൽ ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. നിങ്ങളുടെ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ ഇവിടെ 5 ഓഫ് സോർഡ്സ്. നിങ്ങളുടെ ഫ്യൂച്ചർ ആക്ഷൻ നൈറ്റ് ഓഫ് വാൻഡ്സ് ആണ്. നിങ്ങളുടെ പേഴ്സൻ്റെ ഫ്യൂച്ചർ ആക്ഷൻ എംപ്രസ്. ആൻഡ് ഇവിടെ ഔട്ട്കം ഈ കണക്ഷൻ്റെ ഈ കാർഡ്. അപ്പോൾ പൈസീസ് 4 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി. 4 ഓഫ് പെൻറ്റിക്കിൾസ് ഒരു റിസർവ്ഡ് പേഴ്സൻ്റെ എനർജിയാണ്. നിങ്ങൾ അത്ര ഈ പേഴ്സൻ്റെ കൂടെ ഇപ്പോൾ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ഇല്ല. നിങ്ങൾ അങ്ങനെ കാര്യങ്ങൾ മുമ്പത്തെ മാതിരി അത്ര സംസാരിക്കുന്നില്ല. നിങ്ങളുടെ ഫീലിങ്സ് ഒന്നും ഷെയർ ചെയ്യാൻ നിങ്ങൾക്ക് തോന്നുന്നില്ല. കുറച്ചൊരു റിസർവ്ഡ് ആയിട്ടാണ് നിങ്ങൾ കാര്യങ്ങൾ വെക്കണത്. സീക്രട്ട് ആയിട്ടാണ്. ഓപ്പൺ അപ്പ് ആവുന്നില്ല. ഇമോഷണലി ഓപ്പൺ അല്ല നിങ്ങൾ. അപ്പോൾ എന്തായി ഇവിടെ ഈ 4 ഓഫ് പെൻറ്റിക്കിൾസ് ഉണ്ടാവാൻ എന്തായി? 3 ഓഫ് വാൻഡ്സ്. നിങ്ങൾ എന്തോ ഒരു ന്യൂസിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യണത്. അതല്ല വെച്ചാൽ ഈ പേഴ്സൻ്റെ എന്തോ ഒരു ആക്ഷന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യണത്. ഈ സിറ്റുവേഷനിൽ എന്തോ ഒരു ഡിസിഷന് വേണ്ടിയിട്ടാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യണത്. പക്ഷേ അത് ഉണ്ടാവാൻ കുറേ സമയം എടുക്കുന്നുണ്ട്. നിങ്ങൾ എന്താ എക്സ്പെക്റ്റ് ചെയ്യണമെന്ന് വെച്ചാൽ അത് ഡെഫിനറ്റ്ലി ഉണ്ടാവും. പക്ഷെ അതിൽ ആ ഔട്ട്കം വരാൻ കുറച്ച് സമയം എടുക്കും. ഇപ്പോൾ നിങ്ങൾ രണ്ടാളുടെയും എനർജി കുറേ ഒരു സ്ലോ മൂവിങ് എനർജിയാണ്. മജിഷ്യൻ ആണ് ഈ പേഴ്സൻ്റെ ഓവറോൾ എനർജി, ജെമിനൈ എനർജി. അപ്പോൾ ഈ പേഴ്സൺ ഒരു പുതിയ ബിഗിനിങ് ആണ് മാനിഫെസ്റ്റ് ചെയ്യണത് നിങ്ങളുടെ കൂടെ. പക്ഷെ അവർക്ക് കുറേ സ്ട്രെസ് ഉണ്ട്. ഇപ്പോൾ എന്തോ കുറേ ഓവർ തിങ്കിങ് ഉണ്ട്, സ്ട്രെസ് ഉണ്ട്, ആങ്സൈറ്റി ഉണ്ട്. ഇവിടെ എന്തോ ഒരു എൻഡിങ് ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഒരു വഴക്കുണ്ടായിട്ടുണ്ടാവും. അതല്ല എന്തെങ്കിലും എന്തോ ഒരു ബ്രേക്കപ്പ് ഉണ്ടായിട്ടുണ്ടാവും. ഡെത്തും ഡെത്ത് എനർജി സ്കോർപ്പിയോ എനർജിയാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി എന്തോ ഇവിടെ ഒരു എൻഡിങ് ഉണ്ട്. ഓക്കെ, ഹൈ പ്രീസ്റ്റസ് ആണ് നിങ്ങൾ രണ്ടാളുടെയും മ്യൂച്വൽ സിറ്റുവേഷൻ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ രണ്ടാളും ഒന്നും അത്ര നോ കോണ്ടാക്റ്റിലാണെന്നാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ മേ ബി നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് കോൺവെർസേഷൻ ഇല്ല, കമ്മ്യൂണിക്കേഷൻ ഇല്ല, നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാം. ഹൈ പ്രീസ്റ്റസ് സ്പൈസീസ് എനർജി തന്നെയാണ്. പക്ഷേ ഇവിടെ ഒരു പുതിയ ബിഗിനിങ്ങും കാണാണ്ട്. അപ്പോൾ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് നോ കോണ്ടാക്റ്റ് ആണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടാവും, ഒരു പുതിയ ബിഗിനിങ് ഉണ്ടാവും. ഇവിടെ ആരോ ഈ സിറ്റുവേഷനെ വിട്ടുപോയി. പറഞ്ഞാൽ ഈ റിലേഷൻഷിപ്പിൽ ഒരു ഇമോഷണൽ സെപ്പറേഷൻ ഉണ്ട്. അപ്പോൾ ഇതൊരു ബ്രേക്കപ്പ് തന്നെ ആയിട്ടുണ്ടാവും. ഒരു സെപ്പറേഷൻ ഞാനിവിടെ കാണുന്നുണ്ട്. നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് 4 ഓഫ് കപ്സ് ആണ്. നിങ്ങൾ ഈ പേഴ്സണെ മിസ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഒരു ആക്ഷൻ എടുക്കണില്ല. നിങ്ങളുടെ സൈഡിൽ നിന്ന് ഇപ്പോൾ ഇൻട്രസ്റ്റ് കുറഞ്ഞു.
എന്നുവെച്ചാൽ ഈ പേഴ്സൺ എന്തോ ചെയ്തു, അവർ എന്തോ ഒരു അവരുടെ ആക്ഷൻ നിങ്ങൾക്ക് കുറേ ഒരു യുനോ അവരെന്തോ ചെയ്തുകൊണ്ട് നിങ്ങൾ കുറേ വിഷമിച്ചിട്ടാണ് ഇപ്പോൾ ഇവിടെ നിങ്ങളുടെ എനർജി കാണുന്നത്. സ്റ്റാർ എനർജി നിങ്ങൾ ഹീൽ ചെയ്യാനാണ് നോക്കുന്നത്. ഇവരെന്തോ ചെയ്തുകൊണ്ട് നിങ്ങൾ കുറേ ഡിസപ്പോയിൻറ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഹീലിങ്ങിലാണ് ഫോക്കസ് ചെയ്യണം. നിങ്ങൾ ഈ സിറ്റുവേഷന് എങ്ങനെയൊക്കെയോ റിക്കവർ ചെയ്യാനാണ് ശ്രമിക്കണേ. നിങ്ങൾക്ക് കുറച്ച് സമയം എടുക്കും ഇത് മറക്കാൻ, ഇത് ഫൊർഗിവ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശരിയായ സമയത്ത് മേ ബി റിക്കവർ ചെയ്യുമെന്ന് ഹോപ്പ് ചെയ്യുന്നുണ്ട്, പക്ഷേ അതിന് സമയമെടുക്കും. ഈ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഹാങ്മാൻ ആണ്. ഇവരുടെ മനസ്സിൽ നിങ്ങളുടെ തോട്ട്സേ ഉള്ളൂ. ഇവർ നിങ്ങളെ കുറേ മിസ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഈ സിറ്റുവേഷനിൽ ഒരു സ്റ്റാഗ്നൻസി ഉണ്ട്. അവർക്ക് നിങ്ങളുടെ അടുത്ത് വന്ന കാര്യങ്ങൾ ക്ലാരിഫൈ ചെയ്യണം എന്നുണ്ട്. നിങ്ങളുടെ കൂടെ ഒരു ഫ്യൂച്ചർ അവർക്ക് വേണം എന്നുണ്ട്. അവർ ഡെഫിനറ്റ്ലി ആക്ഷൻ എടുക്കാൻ പോകുന്നുണ്ടെന്ന് വെച്ചാൽ അവരുടെ സൈഡിൽ ഞാൻ കുറേ പാഷൻ കാണുന്നുണ്ട്. ഫയർ സൈൻ ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് ഉണ്ട് ഇവിടെ. നിങ്ങളുടെ ഇൻറ്റൻഷൻ ഇവിടെ ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് ആണ്. നിങ്ങൾ നിങ്ങളുടെ കരിയറിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യണത്. നിങ്ങളുടെ വീട്ടുകാര്യത്തിൽ ഇല്ലാച്ച ഫ്യൂച്ചർ ഫിനാൻസസ് അതിലൊക്കെയാണ് നിങ്ങളുടെ ഇപ്പോൾ ഫോക്കസ് ഉള്ളത്. നിങ്ങളുടെ ലൈഫിൽ കരിയറിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞാൽ ആക്റ്റീവായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത്ര സമയമില്ല ഈ സിറ്റുവേഷനെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് അത്ര സമയമില്ല. നിങ്ങളുടെ ലൈഫിൽ വേറെ പ്രയോറിറ്റീസും ഉണ്ട്. അപ്പോൾ നിങ്ങൾ അതിലാണ് ഫോക്കസ് ചെയ്യണത്. പക്ഷേ ഇവിടെ ഒരു മെസ്സേജ് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ മേ ബി നിങ്ങളെ ഇടയ്ക്ക് ഈ പേഴ്സണെ മെസ്സേജ് ചെയ്യുന്നുണ്ടാവും, അതല്ല ഈ പേഴ്സൺ നിങ്ങളെ മെസ്സേജ് ചെയ്യുന്നുണ്ടാവും. 5 of Swords ആണ് ഈ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ. അപ്പോൾ ഇവരുടെ സൈഡിൽ നിന്ന് ഇൻറ്റൻഷനിൽ കുറച്ചൊരു നെഗറ്റീവ് തോട്ട്സാണ് ഞാൻ കാണുന്നത്. 5 of Swords ഇവിടെ ജലസിയുടെ എനർജിയാണ്. ഈ പേഴ്സൺ അവർക്ക് കുറച്ചൊരു ജെലസ് എനർജീസ് ഉണ്ട്. നിങ്ങൾ ഇത്ര ഈ പേഴ്സൻ്റെ അടുത്ത് അത്ര നിങ്ങളുടെ ശ്രദ്ധ ഇല്ല, നിങ്ങൾ അങ്ങനെ ഫോക്കസ് ചെയ്യണില്ല ഈ പേഴ്സൻ്റെ മുകളിൽ. നിങ്ങൾ ഇവരെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും വേണമെച്ചാൽ. അതല്ല വെച്ചാൽ നിങ്ങൾ ഈ പേഴ്സൺ എന്തെങ്കിലും മെസ്സേജ് ചെയ്താൽ നിങ്ങൾ റിപ്ലൈ ചെയ്യണില്ല ശരിക്കും. അതൊക്കെ അവർ നോക്കിയിട്ട് അവർക്ക് കുറച്ചൊരു ജെലസ് ഫീലിങ്സ് ഉണ്ടാവും. നിങ്ങൾ വേറെ ആൾക്കാരുടെ കൂടെ സോഷ്യൽ മീഡിയയിലേക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്ത് പോകണ്ട വെച്ചാൽ അതും അവർക്ക് ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ ഈ പേഴ്സണെ ഇങ്ങനെ നിങ്ങൾ ഇവരെ ഇഗ്നോർ ചെയ്യുകയാണെന്ന് വെച്ചാൽ അത് അവർക്ക് ഒട്ടും ഇഷ്ടമാവില്ല. അപ്പോൾ ഇവിടെ ഒരു സഡൻ അവർക്ക് ചിലപ്പോൾ ഒരു സഡൻ അവർ റിയാക്ട് ചെയ്യും. ഓക്കെ, ആ സഡൻ റിയാക്ഷനിൽ ചിലപ്പോൾ അവർ നിങ്ങളെ മെസ്സേജ് ചെയ്യും, വിളിക്കാൻ നോക്കും, എന്തെങ്കിലും പറയാൻ, ചിലപ്പോൾ എന്തെങ്കിലും ഒരു വഴക്കുണ്ടാവാൻ അവിടെ വഴിയുണ്ട്. പക്ഷേ നൈറ്റ് ഓഫ് വോൺസ് ആണ് നിങ്ങളുടെ ആക്ഷൻ. അപ്പോൾ ആക്ഷനിൽ ഞാൻ കാണുന്നത് കുറേ ഇൻ ആൻഡ് ഔട്ട് എനർജിയാണ്. നിങ്ങൾ ഈ പേഴ്സണെ ആക്ച്വലി അത്ര നിങ്ങൾക്ക് ട്രസ്റ്റ് ഇല്ല ഇവരുടെ മുകളിൽ. എന്നുവെച്ചാൽ ഈ പേഴ്സൺ മുമ്പേയും ഇങ്ങനെ കൺസിസ്റ്റൻ്റ് അല്ലാത്തൊരു എനർജിയിലായിരുന്നു. ഈ പേഴ്സൺ മാരീഡ് ആയിരിക്കാം, അതും ഒരു പ്രോബ്ലമാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അവർക്ക് നിങ്ങളുടെ കൂടെ ഒരു കമ്മിറ്റ്മെൻറ്റ്, അവർ കമ്മിറ്റഡ് റിലേഷൻഷിപ്പിലല്ല. ഇവിടെ ഒരു തേർഡ് പാർട്ടി ഉണ്ട്. ഓക്കെ, അതാണ് ഇവിടെ ഇഷ്യൂ. അപ്പോൾ നിങ്ങളുടെ സൈഡിൽ നിന്ന് ആക്ഷൻ ഞാൻ കാണുമ്പോൾ ഇവിടെ യെസ് നിങ്ങൾ ഫ്രണ്ട്ഷിപ്പ് ലെവലിൽ ഉണ്ട്. ഇവിടെ ഒരു സിറ്റുവേഷൻ ചിലപ്പോൾ റീകൺസിലിയേഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇത് റീകൺസിലിയേഷൻ ഉണ്ടായാലും ഇവിടെ ഒരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാവില്ല. ഈ പേഴ്സൻ്റെ ആക്ഷനിൽ എംപ്രസ് ആണ്. അപ്പോൾ എംപ്രസ് ഒരു കുറേ ഒരു അബണ്ടൻറ്റ് എനർജിയാണ്. അവരുടെ ലൈഫിൽ വേറെ ഏതോ ഒരു വേറെ പേഴ്സൺ കാണാണ്ട് അവർക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ട്. ഈ പേഴ്സൺ കുറേ ഫ്രണ്ട്ലി പറഞ്ഞാൽ കുറേ ഫ്രണ്ട്സ് ഉള്ള പേഴ്സൺ ആണ്. അവർ കുറേ സ്പോട്ട് ലൈറ്റിലുള്ള പേഴ്സണാണ്. അവർ ചെയ്യണ ജോലിയില്ല വെച്ചാൽ അവരുടെ ഫ്രണ്ട് സർക്കിളൊക്കെ കുറേ വലിയ ഗ്രൂപ്പാണ്. പക്ഷെ അവർ ഇതൊക്കെ ഉണ്ടായിട്ടും അവർ നിങ്ങളെയാണ് ഒരു സോൾമേറ്റ് ആയിട്ട് കാണുന്നത്. പക്ഷെ അവരുടെ ലൈഫിൽ വേറെ ആരും ഉണ്ട്. അപ്പോൾ അവർ ഒരു ചോയ്സാണ് ഉണ്ടാക്കാൻ പോണത് ഈ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ച്. എന്ന് വെച്ചാൽ അവർക്ക് നിങ്ങളുടെ കൂടെയാണോ ഈ ഫ്യൂച്ചർ വേണ്ടത്, അതല്ല വെച്ചാൽ വേറെ പേഴ്സൻ്റെ കൂടെയാണോ എന്ന് അത് അവർ തീരുമാനിക്കാൻ പോകുന്നുണ്ട്. ഇവിടെ ഔട്ട്കമാണ് ഏസ് ഓഫ് കപ്സ്. അപ്പോൾ ഇവിടെ ഡെഫിനറ്റ്ലി ഒരു പുതിയ ബിഗിനിങ് ഞാൻ കാണുന്നുണ്ട്. ഒരു ലവ് ഓഫർ വരാൻ പോകുന്നുണ്ട്. നിങ്ങൾ രണ്ടാളും സെപ്പറേറ്റഡ് ആണ് വെച്ചാൽ ഇവിടെ റീകൺസിലിയേഷൻ ഉണ്ടാവാൻ പോകുന്നുണ്ട്. നിങ്ങൾ രണ്ടാളും ഈ തീരുമാനം എടുക്കാൻ പോകുന്നുണ്ട് ഈ മാസം. ഓക്കെ, നിങ്ങളുടെ സൈഡിൽ നിന്നും ഒരു തീരുമാനം ഉണ്ടാവും, അവരുടെ സൈഡിൽ നിന്നും ഒരു തീരുമാനം ഉണ്ടാവും. ഇവിടെ ഡെഫിനറ്റ്ലി ഇതൊരു ടോക്സിക് സിറ്റുവേഷനാണ്. എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞ മാതിരി ഇവിടെ ഒരു തേർഡ് പാർട്ടി ഉണ്ട്. പക്ഷെ നിങ്ങൾ രണ്ടാൾക്കും ഈ ചിലപ്പോൾ ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിട്ടും നിങ്ങൾ റീകൺസൈൽ ചെയ്യാൻ പോകുന്നുണ്ട്.
ഓക്കെ, എന്നുവെച്ചാൽ അത്രയും സ്ട്രോങ് ആണ് നിങ്ങളുടെ അട്രാക്ഷൻ. നിങ്ങൾക്ക് സെപ്പറേറ്റഡ് ആയിട്ടും നിങ്ങൾക്ക് ഈ സിറ്റുവേഷനെ ലെറ്റ് ഗോ ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾ കുറേ ഒരു ഒബ്സെസ്ഡ് എനർജിയിലാണ് നിങ്ങൾ രണ്ടാളും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിനെ വിട്ട് ഒരു പുതിയ ബിഗിനിങ്ങിലേക്ക് പോവാന്ന് പറഞ്ഞാൽ വേറെ ആരും നിങ്ങളുടെ മനസ്സിലില്ല. ഓക്കെ, ഇത് രണ്ട് സൈഡിനും അങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾ റിയാലിറ്റീനെ വിട്ടിട്ട് ഒരു റിലേഷൻഷിപ്പിൽ ആദ്യം റീകൺസൈൽ ചെയ്യാൻ പോകുന്നുണ്ട്. പക്ഷേ ഇതിലൊരു ഫ്യൂച്ചർ ഇല്ല. ഓക്കെ, അത് ഞാൻ ക്ലിയർ ആയിട്ട് ഇവിടെ പറയണു. എന്നുവെച്ചാൽ നിങ്ങൾ ആക്ച്വലി ആ റിയാലിറ്റീനെ കുറച്ച് കണക്റ്റഡ് ആയിട്ടല്ല ഒരു ഡിസിഷൻ എടുക്കണത്. പ്രാക്ടിക്കലി ഈ സിറ്റുവേഷനിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ടാവുകൊണ്ട് ഇവിടെ ഒരു ഫ്യൂച്ചർ ഇല്ല. അതാണ് റിയാലിറ്റി. പക്ഷെ ആ റിയാലിറ്റീനെ നിങ്ങൾ അറിഞ്ഞിട്ടും ഈ റിലേഷൻഷിപ്പിൽ തിരിച്ച് റീകൺസൈൽ ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ എവിടെയോ ആക്സെപ്റ്റ് ചെയ്യണു. അത് ഈ സിറ്റുവേഷനിൽ ഇപ്പോൾ ഒരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പ് ഉണ്ടാവില്ല എന്നൊരു ആക്സെപ്റ്റൻസ് ഇവിടെ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ എന്താണ് ഒറക്കിൾ കാർഡ്? അപ്പോൾ ഇവിടെ സൈൻസ് കുറേ പൈസീസ് ഉണ്ട്, സ്കോർപ്പിയോ ഉണ്ട്, കാപ്രിക്കോൺ ഉണ്ട്, ഫയർ സൈൻസ് ഉണ്ട്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ജെമിനായി ഉണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് മെസ്സേജ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്? പാസ്റ്റ് ലൈഫ് റിലേഷൻഷിപ്പ്. ഇതൊരു പാസ്റ്റ് ലൈഫ് റിലേഷൻഷിപ്പാണ്. അതുകൊണ്ടാണ് ഇത്രയും അട്രാക്ഷൻ നിങ്ങളുടെ സ്ട്രോങ് ആയിട്ട്. എന്നുവെച്ചാൽ ഇത് മുമ്പും ഇങ്ങനത്തെ ഒരു പാസ്റ്റ് ലൈഫിലും നിങ്ങളുടെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഈ പേഴ്സൻ്റെ കൂടെ ഉണ്ടായിട്ടുണ്ട്. പ്ലേഫുൾനെസ് ടു റീക്യാപ്ചർ റൊമാൻസ്, അലൗ യുവർ ഇന്നർ യൂത്ത്ഫുൾ സ്പിരിറ്റ് ഓഫ് ഫൺ ടു ഷൈൻ. അപ്പോൾ ഇവിടെ കുറച്ചൊരു പ്ലേഫുൾ എനർജി കാണാണ്ട്, പക്ഷേ ഇത് ഡെഫിനറ്റ്ലി ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ കൂടിയുമാണ്. അതുകൊണ്ടുമാണ് നിങ്ങൾക്ക് ഈ സെപ്പറേഷൻ പറഞ്ഞാൽ അത്ര വർക്ക് ചെയ്യാത്തത്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ് പൈസീസ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. അതുവരെ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.